ദശരഥനന്ദന ചിന്തിത കൈകേകീതനയാർച്ചിത സുരചിത പിതൃകർമാർജിത ഭരതാർപ്പിത തവ പാതുകം രാമനാരായണ. പിതാമഹ, ഗാർഹസ്ഥ്യനായ ഒരാൾക്ക് മൃത്യുവിനെ ജയിക്കാൻ കഴിയോ? യുധിഷ്ഠിര, ശരിയായ ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് എന്താണ് സാധിക്കാൻ കഴിയാത്തത്? ധർമാചരണം ഒന്നുകൊണ്ട് മാത്രം മോക്ഷത്തെപ്പോലും സാധിക്കാം എന്നുള്ളതാണ് ദൈവിക സിദ്ധാന്തം. ആ സ്ഥിതിക്ക് മരണത്തെ ജയിക്കുക എന്നുള്ളത് എത്രയോ നിസ്സാരം. സംശയം തോന്നുന്നുണ്ട് അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് വൈവസ്വത മനുവിൻ്റെ ഇക്ഷ്വാകു വംശത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാലം കൊണ്ട് 100 പുത്രന്മാർ ഉണ്ടായി. അവരിൽ 10ാമത്തെ ആളാണ് ദശാശ്വൻ. അദ്ദേഹത്തിന് മധുരാശ്വൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ദ്യുതമൻ എന്നൊരു രാജാവും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രൻ സുവീരനും സുവീരൻ്റെ പുത്രൻ ദുർജയനും. ദുർജയൻ്റെ പുത്രനായിട്ട് തികഞ്ഞ ധർമ്മിഷ്ഠനായിട്ട് ദുര്യോധനൻ എന്നൊരു രാജാവും ഉണ്ടായി. തികഞ്ഞ നിർമ്മല മനസ്സ്, എപ്പോഴും ഒഴിയാത്ത ഭണ്ഡാരം, വമ്പിച്ച സൈന്യശക്തി, സസ്യങ്ങളും ധാന്യങ്ങളും രത്നങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് സുലഭമായി തീർന്നു. ഈ ദുര്യോധന രാജാവിൻ്റെ യോഗ്യതയൊക്കെ കേട്ടിട്ട് പുണ്യനദിയായ നർമ്മദാദേവി അനുരക്തയായി. ദുര്യോധന രാജാവ് നർമ്മദാദേവിയെ പരിഗ്രഹിക്കുകയും ചെയ്തു. അവരുടെ ദാമ്പത്യത്തിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടായത് ഒരേ ഒരു കന്യക മാത്രമാണ്. സുദർശന എന്നാണ് ആ കന്യകയുടെ പേര്. അതിസുന്ദരി, കാണുന്നവരെ മുഴുവൻ ആകർഷിക്കത്തക്ക സൗന്ദര്യമുള്ളവളായിരുന്നു ഈ സുദർശന. ഒരു ദിവസം അഗ്നിദേവൻ സുദർശനയെ കാണുകയുണ്ടായി. അഗ്നിദേവൻ സുദർശയിൽ ആകൃഷ്ടയായി. ഒരു ദിവസം അഗ്നിദേവൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ദുര്യോധന രാജാവിൻ്റെ അടുത്തെത്തിയിട്ട്, അങ്ങയുടെ മകള് സുദർശനയെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഏതോ പ്രാകൃത ബ്രാഹ്മണൻ വന്ന് ഓരോ ആഗ്രഹങ്ങൾ പറയണു. ഇതൊക്കെ കേട്ടു നിൽക്കാൻ പറ്റുമോ? രാജാവ് അത് നിഷേധിച്ചു. നിരാശനായ അഗ്നിബ്രാഹ്മണൻ മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹാരാജാവ് ഒരു യാഗത്തിന് പുറപ്പെട്ടു. നിശ്ചിത ദിവസം തന്നെ ഋത്വികൾ വന്ന് യാഗം ആരംഭിക്കുകയും ചെയ്തു. അഗ്നിയെ ഉദ്ദീപിപ്പിച്ചു, ജ്വലിപ്പിച്ചു, വേണ്ടതുപോലെ പൂജയും ചെയ്തു. എന്നാലും അഗ്നി ആളിക്കത്തുന്നില്ല. അഗ്നി ശരിയായില്ല എന്ന് ഋത്വികളുടെ മനസ്സിൽ നല്ലവണ്ണം തോന്നാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോവുക, ജ്വലിച്ചങ്ങനെ നിൽക്കണില്ല. എന്താവോ കാരണമെന്ന് എല്ലാവരും കുണ്ഠിതരായി. ഈ സമയത്ത് രാത്രിയിൽ ഋത്വികൾക്ക് അഗ്നിദേവൻ സ്വപ്നദർശനം നൽകി. ദുര്യോധന രാജാവിൻ്റെ മകളെ തനിക്ക് കല്യാണം കഴിച്ച് തന്നാലേ താൻ സംതൃപ്തനാവൂ എന്നായിരുന്നു സ്വപ്നം. ഋത്വികൾ കാലത്ത് തന്നെ മഹാരാജാവിനോട് കാര്യങ്ങൾ അറിയിച്ചു. രാജാവിന് സന്തോഷമായി. അപ്പോൾ തന്നെ തൻ്റെ പുത്രിയായ സുദർശനെ അഗ്നിദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് അഗ്നിയെപ്പോലെ തേജസ്വിയും നിർമ്മല ഹൃദയനും എന്നാൽ അത്യന്തം പൗരുഷശാലിയുമായ ഒരു പുത്രനെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് അവർ സുദർശനൻ എന്നാണ് പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ കാന്തിയും ഓജസ്സും പ്രഭാവവും മറ്റാർക്കും ഇല്ല എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയും ആജ്ഞാശക്തിയും പൗരുഷവീര്യവും അവർണ്ണനീയം തന്നെയായിരുന്നു. അദ്ദേഹം ചെറുപ്പം മുതലേ ബ്രഹ്മവിദ്യയിൽ വലിയ ആകൃഷ്ടനായി. ബ്രഹ്മവിദ്യ ആഗ്രഹിച്ച് അത് അഭ്യസിക്കാൻ തുടങ്ങി.
ഈ ലോക സുഖങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജ്യഭരണത്തിലോ വലിയ നിപുണനും ആയിരുന്നു. നൃഗരാജാവിൻ്റെ പിതാമഹനായിട്ട് ഓഘാവൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രിയുടെ പേരായിരുന്നു ഓഘാവതി. ഓഘാരഥൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രനും ഉണ്ടായി. ഓഘാവതി സൗന്ദര്യരൂപിയും ദേവതാസ്വരൂപിണിയുമായിരുന്നു. ഓഘാവൻ തൻ്റെ പുത്രിയെ ഈ സുദർശന രാജാവിന് ദാനം ചെയ്തു. ദാനമായതുകൊണ്ട് സ്വീകരിക്കാണ്ടിരിക്കാൻ വഴിയില്ല. അങ്ങനെ രാജ്യഭരണം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമിയായി തീരേണ്ടതായിട്ട് വന്നു. ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. അതിന് തക്ക നിലയിൽ ഗാർഹസ്യത്തെ ചിട്ടപ്പെടുത്തി രണ്ടുപേരും ജീവിതം നയിക്കാൻ തുടങ്ങി. ജീവൻ മുക്തനായി മരണത്തെ ജയിക്കലായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നും അതുകൊണ്ട് ധർമ്മനിഷ്ഠനായി എങ്ങനെ ജീവിതം നയിക്കണമെന്നും അദ്ദേഹം പത്നിയെ ഉപദേശിക്കുകയും ചെയ്തു. ധർമാചരണത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അതിഥി പൂജയ്ക്കാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാറുമുണ്ട്. ഒരു കാരണവശാലും അതിഥി പൂജയിൽ യാതൊരു ഭംഗവും വരുത്തരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും അതീവ ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടി ഗൃഹസ്ഥധർമ്മങ്ങളെ ആചരിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാജാവ് ഇല്ലാത്ത സമയത്ത് ഒരു ബ്രാഹ്മണൻ അരമനയിൽ കയറി വന്നു. തൻ്റെ അഭിഷ്ടം സാധിപ്പിച്ചു തരാൻ രാജ്ഞിയോട് ആവശ്യപ്പെട്ടു. എന്താണ് ആവശ്യം എന്ന് ആരാഞ്ഞപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ ആ ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടത് രാജ്ഞിയുടെ ചാരിത്രത്തെയാണ്. രാജ്ഞി തൻ്റെ ഭർത്താവിൻ്റെ ഉപദേശത്തെ ഉൾക്കൊണ്ട് വളരെ ദുഃഖത്തോടു കൂടി അദ്ദേഹത്തിന് സഹശയനം അനുവദിച്ചു. ധർമ്മദേവൻ ബ്രാഹ്മണ വേഷം ധരിച്ച് ഒഘാവതിയെ പരീക്ഷിക്കാൻ വന്നതാണ് എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരിക്കൽ ഇതേ ബ്രാഹ്മണൻ തന്നെ മഹാരാജാവ് അന്തഃപുരത്തിലുള്ളപ്പോൾ വന്ന് രാജാവിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ ചാരിത്രത്തെ ആവശ്യപ്പെട്ടു. രാജാവ് കുറച്ചു നേരം ആലോചിച്ചു. അതിനുശേഷം അത് അനുവദിക്കുകയും ചെയ്തു. അതോടുകൂടി ധർമ്മവും മൃത്യുവും രാജാവിനും രാജ്ഞിക്കും കീഴടങ്ങി. പരീക്ഷണത്തിൽ രണ്ടുപേരും വിജയിച്ചിരിക്കുന്നു. അവർ ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തരും മരണത്തെ ജയിച്ചവരായി തീരുകയും ചെയ്തു. യുധിഷ്ഠിര, ധർമാചരണത്തോടു കൂടെ ഗൃഹസ്ഥാശ്രമം പാലിക്കുന്നവർക്ക് മൃത്യുവിനെ നിസ്സാരം ജയിക്കാമെന്ന് ഈ ഇതിഹാസം നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.